കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന CI മാർട്ടിന് കാർത്തികയുടെ ദിലീപിന്റെ കല്യാണം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്ന് അവിടുത്തെ മാനേജർ സജീവനെ ആദ്യം ചോദ്യം ചെയ്തു. അതിനുശേഷം അവിടുത്തെ ഗോഡൌണും ആ ഓഡിറ്റോറിയത്തിന് ഓരോ മുക്കും പോലും അരിച്ചു പെറുക്കുകയാണ്. ഗംഗാപ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയണമല്ലോ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ, ഇവിടെ വെച്ച് ആരെങ്കിലും അവനെ കൊന്നൊന്നൊക്കെ അറിയണം. അങ്ങനെ ഇവിടെ ഇത് വെച്ച അവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു മാർട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ ഗോഡൌൺ അവിടെയൊക്കെ പരിശോധിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല. പിന്നീട് സജീവനോട് ചോദിച്ചു, എവിടെയാണോ എന്റെ പിന്നാമ്പുറം, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നാമ്പുറത്തേക്ക് വരുവാണ്. കാരണം അവിടെ മറ്റു CCTVയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടാണോ തീർത്തെന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നാമ്പുറത്തേക്ക് വന്നു. സജീവനുണ്ട്, പിന്നെ മാർട്ടിനും ഒന്ന് രണ്ട് പോലീസുകാരും ഉണ്ട്. അങ്ങനെ അവിടെ വന്ന് അവരൊക്കെ നോക്കുവാണ്. പക്ഷെ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല. അപ്പോഴേക്കാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ വിളിച്ചു പറയുന്നത്, സാറേ ഇങ്ങോട്ട് വന്നേ, ഈ കല്ലിന്റെ മേൽ ചോരയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സജീവനൊന്ന് ഞെട്ടി, ബ്ലഡോ? അങ്ങനെ CI മാർട്ടിൻ അങ്ങോട്ട് ചെന്നു. നോക്കിക്കഴിഞ്ഞപ്പത്തിനും അവിടെ ഒരു കമ്പിവടിയും കിടക്കുന്നുണ്ടു. അവിടുത്തെ ഒരു കല്ലേല് ചോരയും കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല. സജീവനെ ചോദ്യം ചെയ്യണം. സജീവൻ പറഞ്ഞു, സത്യമായിട്ടും എനിക്കറിയില്ല സാറേ, ഞാനിത് ഇപ്പോഴാ കാണുന്നേന്ന് പറഞ്ഞു. അങ്ങനെ സജീവൻ പേടിച്ചു പറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്ക് CI മാർട്ടിൻ പറഞ്ഞു, അതെ, ഇവിടെ എന്തോന്ന് നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഗംഗാപ്രസാദ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അവനെ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോന്നും അറിയത്തില്ല. CI മാർട്ടിൻ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ സജീവന് ടെൻഷനായി. സജീവൻ പറഞ്ഞു, സാറേ എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാനിത് ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞു. അതെ, ഇനിയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പം ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ പറയണം. ഏറ്റവും വലിയൊരു തെളിവാണ് കിട്ടിയിരിക്കുന്നത്. നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പക്ഷേങ്കിൽ കല്ല് തലയിടിച്ച് വീണതാണോ അതോ ഇനിയിപ്പോൾ അവിടെ കിടക്കുന്ന കമ്പിവടിയും കൊണ്ട് അടിച്ചാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തെളിവായിട്ട് കമ്പിവടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. ആ സമയത്ത് കിരണും കല്യാണി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്ത് കല്യാണിയോട് കിരൺ പറഞ്ഞു, അതെ, ആദർശ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആദർശ് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടിച്ചപ്പോൾ കല്യാണി പറഞ്ഞു, അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നായന എന്നോട് പറയുകയും ചെയ്താ. അതെ, നമുക്ക് ആദർശിനെ സഹായിക്കണം. കാരണം ഇപ്പൊ അവന്റെ കമ്പനി തകർന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമുക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് അവനൊക്കെയല്ലേ ഉള്ളെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അതിന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ കിരണേട്ടാ, നമുക്ക് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് നമുക്ക് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനിയിപ്പം എൻ്റെ കാര്യം എത്ര നാളത്തേക്കാന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ അയാൾ സത്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, കിരണേട്ട, ഇത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല കല്യാണി, എനിക്ക് യാതൊരു പേടിയില്ല, നീ പേടിക്കാതിരുന്നാൽ മതി, ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകുന്നതാണല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഈ കിരണേട്ടന് ഒരു കാര്യം, കിരണേട്ടൻ ഇങ്ങനെ നെഗറ്റീവ് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് അവരെ വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് സ്റ്റെഫി ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളെ കാണാൻ ചെല്ലുവാണ്. പിന്നീട് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവന്മാര് പറഞ്ഞു, ഇതുവരെയായിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഞങ്ങൾ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, ആ CI ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കുറെ ഭീഷണിയൊക്കെ മുഴക്കിന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാര് ചെടി, അവസാനം നീ ഞങ്ങളെ ഒറ്റ കൊടുക്കുവോ? എടാ, ആ ആംബുലൻസ് ഡ്രൈവർ അങ്ങോട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും നിങ്ങളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലെണ്ണം കിട്ടുമെന്ന് പറയണം. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മുന്നിൽ പോയി ചാടാൻ നോക്കണം. പിന്നെ ഞാൻ നിങ്ങളെ എന്തായാലും ഒറ്റ കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരുത്തം പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ഗംഗാപ്രസാദിനെ കിരണങ്ങാനും തട്ടിയതായിരിക്കുമോ, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റെഫിക്ക് നല്ല ദേഷ്യമായി. സ്റ്റെഫി പറഞ്ഞു, കരുനാക്ക് വളയ്ക്കാതാ, അങ്ങനെ എൻ്റെ ഗംഗയ്ക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ ഗംഗയെ ആർക്കും പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലടാ. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നല സ്റ്റെഫി, ആ കിരണിനെ മാത്രം ഗംഗയ്ക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ, കാരണം 2-3 വട്ടം കിരണ ഗംഗ ഇടിച്ച് അവശനാക്കി വിട്ടതാണ്. ആ സമയത്തൊക്കെ ഗംഗയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നീ ഞാൻ ജയിലിലായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്നേ. അന്നൊക്കെ അവൻ കഷ്ടിച്ചാൽ ശരിക്കും രക്ഷപ്പെട്ടത്. പക്ഷെ ഈ തവണ എനിക്ക് നല്ല പേടിയുണ്ട്, അവന്റെ വായി ചെന്ന് ചാടിക്കൊടുത്ത് കാണുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ മിക്കവാറും കൊന്നു കളഞ്ഞു കാണുമായിരിക്കും. അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ആ CI മാർട്ടിൻ കണ്ടുപിടിച്ചോളും, അയാൾ എന്തായാലും ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കണേ, എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. ആരൊക്കെ എതിർത്താലും അയാൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ ആയാൽ മതിയായിരുന്നു,
ഗംഗ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബലമായിരുന്നു നമുക്ക്. ഇനിയിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിക്കണമെന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, നിനക്കൊക്കെ അങ്ങനെ എന്തായാലും എൻ്റെ പരോളിൻ്റെ കാലാവധി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീരും. ആകെപ്പാടെ 14 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് തിരികെ പോകണം. പക്ഷെ തിരികെ പോകുന്നതിന് മുമ്പ് എൻ്റെ ഗംഗ ആരെങ്കിലും തീർത്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. അവരെ തീർത്തിട്ട് ഞാൻ ജയിലിലേക്ക് പോകത്തുള്ളൂ. പിന്നെ ആജീവനാന്തം ജയിലിൽ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ എൻ്റെ ഗംഗ പോയടത്തേക്ക് ഞാൻ പോവുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് കൊലയാളി ആരാന്നറിയണം. എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി, ഞാൻ അവനെ തീർക്കും. അല്ലെങ്കിൽ അടുത്ത വരവിന് പരോളിന് വരേണ്ട സമയത്ത് ഞാൻ തീർത്തിരിക്കും. ഈ സ്റ്റെഫിയെ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം കൂടെ നശിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവർ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്റ്റെഫിയുടെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കിരൺ പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് വരുവാണ്. ആ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സരയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സര 1-2 പ്ലാനും കാര്യങ്ങളൊക്കെ കിരണിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ അല്ല, ഇപ്പൊ എപ്പോഴും കമ്പനി കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് സരയുവിന്. പിന്നീട് കിരണിനോട് പറഞ്ഞു, ഇന്ന് 1-2 സൈറ്റിലൊക്കെ പോകാനുണ്ടെന്ന് പറയണം. കിരൺ പറഞ്ഞു, അതിനെന്താ, ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ പോരാൻ, നിന്റെ കൂടെ ഞാനും കൂടെ പോരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അല്ല അത് കിരണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവര് സൈഡിലൊക്കെ പോവാണ്. ആ പോകുന്ന സമയത്തും സരുവിന്റെ മനസ്സിൽ കിരണിനെ സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിരൺ സംസാരിക്കുന്ന സമയത്തൊക്കെ സരു കിരണിന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവൻ തൻ്റേതായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് വരും. പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ സൈറ്റിലൊക്കെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും തിരിച്ചു വരുവാണ്. അതിനുശേഷം സരിയ പറഞ്ഞു, അതെ ഇന്ന് എനിക്ക് നേരത്തെ പോകണം കിരണേ, എനിക്ക് മോളെയും കൂട്ടിക്കൊണ്ടത് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. മോളെ കണ്ട് 2-3 ദിവസമായി, മോളെ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, മോളെയും കൊണ്ട് പുറത്തേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ പോയിക്കോ, ഞാൻ വേണം നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അതെനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും ഒരു സാരില്ലാന്ന് പറഞ്ഞു. പിന്നെ താരാന്റിയെ കണ്ടിട്ട് കുറെ ദിവസമായി, താരാന്റി എനിക്കൊന്ന് കാണുകയും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സരുവിനെ കൂട്ടിക്കൊണ്ട് കിരൺ എന്ത് ചെയ്തു, സരു ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിട്ട് സരു അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയത്ത് താര അങ്ങോട്ട് ഇറങ്ങി വന്നു. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും താരയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറെ ദിവസമായിരുന്നു കണ്ടിട്ട്. പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയം കിരൺ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് കല്യാണം നടന്ന കുറിച്ചും എല്ലാം പറയാണ്. അതിനുശേഷം കിരൺ പറഞ്ഞു, ഇപ്പം സരുവിന് നല്ല മാറ്റം ഉണ്ടല്ലോ ആൻറ്റി, മുമ്പത്തെ പോലെ ഒന്നും അല്ല. എനിക്ക് ആകെപ്പെട്ടൊരു പേടി ഉണ്ടായിരുന്നു. കാരണം മോളെ കൊണ്ടേ മനോഹരനെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവള് ഞങ്ങളോടും കൂടെ ദേഷ്യം ഭാവിക്കുമെന്ന്. എന്നാലും അതൊന്നും ഉണ്ടായില്ലല്ലോ. അവളുടെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഞങ്ങളെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല, അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്, എല്ലാം നല്ലതിനാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താരയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. താരയ്ക്കല്ലേ അറിയത്തുള്ളൂ സരുവിന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം. കല്യാണി ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കിരണിനെ സ്വന്തമാക്കണമെന്നൊരു ചിന്തയാ. പക്ഷെ അത് കിരണിനോട് പറയാൻ പറ്റില്ല താരയ്ക്ക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളെ എന്നെ അമ്മയായിട്ട് ഒരിക്കലും കൂട്ടില്ലാന്ന്, അംഗീകരിക്കില്ലാന്ന്. എൻ്റെ പഴയ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഞാൻ തിരികെ പോകുന്നു. അപ്പൊ ആ ഒരു പേടി താരയുടെ മനസ്സിലുണ്ട്. തന്റെ മോളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയായിരുന്നു. താരയുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു മ്ലാനതയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, എന്താ ആൻറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല കിരണേന്ന് പറഞ്ഞു. അതെ, തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാ ആൻറ്റിയെ കാണാൻ വരാതിരുന്ന കേട്ടോ. അത് കേട്ടപ്പോൾ താരോട്, അതൊന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് കിരണിനെ ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് കിരൺ അവിടുന്ന് പോകുന്നത്. അങ്ങനെ കിരണും കാറിൽ ചെന്ന് കയറുന്ന സരു മോൾ ടെറസിൻ്റെ അവിടെ പോയി നോക്കി നിൽക്കുകയാണ്. കാരണം ഇവനെ തനിക്ക് സ്വന്തമായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ തങ്ങളൊരു ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയാനും, ഒരുപക്ഷെ ആ കല്യാണി ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ തൻ്റെ സ്വന്തമായനും തനിക്കിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു. ആ മനോഹരനോടൊപ്പം ജീവിതം അതാണ് തന്നെ നാശത്തിലേക്ക് വഴിതിരിച്ചു വിട്ടെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി പോയി സരുവിന്. എന്ത് റിസ്ക് എടുത്തും കല്യാണി ഇല്ലാതാക്കിയിട്ട് കിരണിനെ സ്വന്തമാക്കണം എന്നൊരു ചിന്തയാണ് സരുവിന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ വാലേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം സരുവിന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മനോഹർ ജയിലിലായി കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് കിരണിനെ സ്വന്തമാക്കണം എന്നൊരു താല്പര്യം വന്നിരിക്കുന്നു. ഇനി എത്ര കാലത്തേക്കാന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ കല്യാണി ഇല്ലാതാക്കാനുള്ള ശ്രമം അത് എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്ന കാര്യമില്ല. കല്യാണി ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല സരുവിന്. സരുവിന് ഇപ്പൊ എത്ര കണിഞ്ഞു പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും കിരണിനെ സ്വന്തമാക്കാനും പോകുന്നില്ല. സരുവിന്റെ മുള്ളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ അവളെ ആട്ടി ഓടിക്കത്തുള്ളൂ, ഏടായലക്കത്ത് പോലും അടുപ്പിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.